വയലുകൾ അന്യം നിന്നുപോയ ചെറുപുഴയിൽ നെൽച്ചെടികൾ കാറ്റിലുലയുന്നതും കതിരണിയുന്നതും കതിർമണികൾ കൊത്തിപ്പറക്കാൻ കിളികളെത്തുന്നതും ഇനി പഴങ്കഥയല്ല. വയലിലല്ലെങ്കിലും ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ ബെന്നിയുടെ കൃഷിയിടത്തിൽ നെൽകൃഷിയും ഇടം പിടിച്ചിരിക്കുകയാണ്. നിലമൊരുക്കി കരനെൽ കൃഷിക്ക് വിത്തെറിഞ്ഞ ബെന്നിയും കുടുംബവും തങ്ങളുടെ കൃഷിയിടത്തിനെ പച്ചപ്പണിയിക്കുന്ന നെൽച്ചെടികൾ വളർച്ചയെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഒരു കാലത്ത് ചെറുപുഴയിലും പ്രാപ്പോയിലും വയലായിലുമെല്ലാം നെൽവയലുകൾ ഉണ്ടായിരുന്നു. വയലുകളിൽ മാത്രമല്ല, കുടിയേറ്റ കാലത്ത് കാടുകൾ വെട്ടിത്തെളിച്ച് നടത്തിയിരുന്ന പൊനം കൃഷിയും നാടിൻ്റെ സമൃദ്ധിയുടെ അടയാളമായി. കാലം കടന്നുപോയപ്പോൾ നെല്ലെടുപ്പ് സമരങ്ങളുടെ പോലും പോരാട്ട ചരിത്രമുള്ള ചെറുപുഴയിലും പരിസരങ്ങളിൽ നിന്ന് നെൽവയലുകൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ആ നല്ല കാലത്തെ ഓർമ്മപ്പെടുത്തി നെൽകൃഷി മലയോരത്തും മെല്ലെ തിരികെ എത്തുകയാണ് കരനെൽ കൃഷിയുടെ രൂപത്തിൽ. അങ്ങനെ ചെറുപുഴ കൃഷിഭവൻ്റെ സഹകരണത്തോടെ കരനെൽ കൃഷിക്ക് മുന്നിട്ടിറങ്ങിയ കർഷകരിലൊരാളാണ് പാക്കഞ്ഞിക്കാട്ടെ കുരിളാനിക്കൽ ബെന്നി. മറ്റ് കൃഷികൾ ചെയ്തിരുന്ന 10 സെൻറ്റിലേറെ സ്ഥലം തിരഞ്ഞെടുത്ത് നിലമൊരുക്കി ഐശ്വര്യ ഇനത്തിൽപ്പെട്ട വിത്ത് വിതച്ചാണ് ബെന്നി കരനെൽ കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഐശ്വര്യ എന്ന നെൽവിത്താണ് ഞാൻ വിതച്ചിരിക്കുന്നത്. ഇത് 3-4 മാസം കൊണ്ട് ഇത് വിളവെടുപ്പാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. വലിയ മോശമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതാകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രചോദനമായിട്ട് നമ്മുടെ കൃഷി ഓഫീസർ അഞ്ജു മേഡവും സുരേഷ് സാറും നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലായിടത്തുനിന്നും എല്ലാം നല്ലൊരു ഹെൽപ്പാണ് ഉണ്ടായത്. പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ വന്ന് കാണാനും ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. നല്ലൊരു ഇതാണ്. ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ചെറുതായിട്ടൊന്നും ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു നല്ലൊരു പ്രചോദനം കൂടെ ഉണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ കൂടുതൽ സ്ഥലത്തേക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് 10 സെൻറ്റിന് മുകളിൽ ഉണ്ട്. ഇതിന്റെ നിലവൊരുക്കലും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ആദ്യം കിളച്ച് കല്ലെല്ലാം പിറക്കി ഒരുക്കിയതിന് ശേഷം ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നെല്ലിടും. നെല്ലിട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ കളക്കണം, ചെറുതായിട്ട് കളച്ച് അത് നെല്ലടി പോകാനായിട്ടേ അങ്ങനെ ചെയ്ത് പിന്നെ ഇടയ്ക്ക് കളപറിക്കുകയും മറ്റ് സ്ലറി അതെല്ലാം ഒഴിക്കേണ്ട ഒരു കേസുകെട്ടുകളുണ്ട്. കൃഷിഭവനാണല്ലോ മാർഗ്ഗനിർദ്ദേശങ്ങൾ? കൃഷിഭവനാണ്. അഞ്ജു മാഡവും അവർ സുരേഷ് സാർ ഇവിടെ എത്തിയായിരുന്നു. അവർ വന്ന ഒത്തിരി നിർദ്ദേശങ്ങൾ തന്നു. ഒത്തിരി ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ട്. വിത്തുകളെല്ലാം നെൽച്ചെടികളായി മാറിക്കഴിഞ്ഞു. വലിയ വിളവൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഈ ചെടികളെല്ലാം കതിരിട്ട് വിളഞ്ഞ് പാകമാകുന്നത് കാത്തിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ കർഷകനും കുടുംബവും. നെൽകൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഇതിലേക്ക് തിരിയുന്ന മറ്റു നിരവധി കർഷകരും ഇപ്പോൾ മലയോരത്തുണ്ട്. വയലുകൾ തിരിച്ചുപിടിക്കാനാവില്ലെങ്കിലും കരനെൽ കൃഷിയിലൂടെ തങ്ങളുടെ ഇഷ്ടം സാധ്യമാക്കിയെടുക്കുകയാണ് ബെന്നിയെപ്പോലുള്ള കർഷകർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.